ആയിഷ ബീവിയുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള മുസ്തഫയുടെ രണ്ട് അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ രണ്ട് പ്രസംഗങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്നര കൊല്ലം മുമ്പ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 18ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞ അതേ മുസ്തഫ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ലായിരുന്നു എന്ന് വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ജുഗുപ്സാവഹമായിട്ടുള്ള ഒരഭിപ്രായമാണ് ഇവിടെ മുസ്തഫ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ഭാര്യ, മക്കൾ, അവരെ ആ മനുഷ്യൻ്റെ ഭാര്യാപദത്തിൽ നിന്നും സന്താനങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ വെട്ടിമാറ്റുക എന്നുള്ളത് ഒരിക്കലും പൊറുക്കപ്പെടാത്ത പരമാബദ്ധവും ഏറ്റവും വലിയ തെറ്റുമാണ് എന്നത് മാലോകരൊക്കെ അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. ഇവിടെ മുസ്തഫ സാധാരണ പറയുന്ന സംഗതി ഉണ്ട്. ഹദീസിനെ തീർത്ത് തള്ളി പറയാൻ പറ്റൂല, കാരണം അത് ചരിത്രം കൂടിയാണ്. ചരിത്രത്തെ നമുക്ക് തള്ളി പറയാൻ പറ്റൂല. അതോടൊപ്പം തന്നെയാണ് ഹദീസ് ഗ്രന്ഥങ്ങളെ മുസ്തഫ തള്ളി പറയുന്നത്. ഇമാം ബുഖാരിയെ പോലുള്ള ആളുകളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് അവർ കള്ളം പറയുകയായിരുന്നു എന്നൊക്കെ പറയണത്. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ താൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന മുസ്തഫ ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ കയ്യാളാറുള്ളത് എന്നതാണ് വസ്തുത. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു എന്ന ബുഖാരിയുടെ പരാമർശത്തെ, അല്ലെങ്കിൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലെ പരാമർശത്തെയാണ് മുസ്തഫ കള്ളം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുമ്പോൾ എനിക്ക് ഇത്ര വയസ്സാണ് അന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് തെളിവുകൾ സമർപ്പിക്കാൻ സാധ്യമല്ലാതെ വരുമ്പോൾ ആ അഭിപ്രായം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഗതി അംഗീകരിക്കാനുള്ളതാണ് മാന്യത. ഇവിടെ ഈ 6 വയസ്സ് ആണ് പ്രായം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് പുറമാരുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നതാണ് വസ്തുത. അതിൽ 2 അഭിപ്രായമാണുള്ളത്. ആയിഷ ബീവി പറഞ്ഞതായിട്ട് 2 നിലക്കാണ് അത് ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. ഒന്ന്, പ്രമുഖമായ അല്ലെങ്കിൽ ഒട്ടുമിക്ക റിപ്പോർട്ടുകളിലുള്ളത് 6 വയസ്സ് എന്നാണെങ്കിൽ, ഒരു റിപ്പോർട്ടിൽ, മുസ്ലിം ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ 7 വയസ്സ് എന്നും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 6 or 7 വയസ്സാണ് അന്നുള്ളത്. 6 വയസ്സാണ് എന്നതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായവും. പിന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്മാ റളിയല്ലാഹു അൻഹ, നബിയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാഇൻ്റെ മാതാവ് ഖുത്തയിലെ ജാഹിലിയത്തിലാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഉമ്മു റുമാനയും ജാഹിലിയത്തിലാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്നതാണ് മുസ്തഫയുടെ ഒരു തെളിവ്. അപ്പോൾ ജാഹിലിയത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ജാഹിലിയ കാലത്ത് തന്നെ ജനിച്ചിട്ടുണ്ടാകും എന്നാണ് മൂപ്പര നിഗമനം. ഒരു മനുഷ്യൻ്റെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട് നിഗമനത്തെക്കാൾ എപ്പോഴും പരിഗണിക്കപ്പെടുന്ന, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ പോലും നിഗമനത്തിനല്ല അവിടെ പ്രാധാന്യം ഉണ്ടാവുക. അവിടെ വസ്തുതക്കാണ്, തെളിവുകൾക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നുബുവത്തിൻ്റെ 4ാമത്തെ വർഷത്തിലാണ് ജനിച്ചിട്ടുള്ളത് എന്നത് മുസ്തഫ തന്നെ ഉദ്ധരിക്കുന്ന തബഖാത്ത് ബിനു സഅദ് പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഹിജ്റ നബുവത്തിൻ്റെ 4ാമത്തെ കൊല്ലമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചിട്ടുള്ളതെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഈ 50ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് 6 വർഷമാണ് അവരുടെ പ്രായമാവുക. ഇനി 7 വയസ്സാണ് എന്ന അഭിപ്രായമനുസരിച്ചാണെങ്കിൽ കുറച്ച് മാസങ്ങളുടെ വ്യത്യാസം അവിടെ ഉണ്ടാവാം എന്നത് വെച്ച് നിർത്തിയാൽ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ ഒരു ന്യായവുമില്ല.
അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് എനിക്ക് അന്ന് 6 വയസ്സാണ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 7 വയസ്സാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായിട്ടുള്ള ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഭാര്യ ഹൗലയാണ് വിവാഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുള്ളത്, അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് സൗദയെയും ആയിഷയെയും നബിയുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുമായി വിവാഹം നടക്കുമ്പോൾ 18 വയസ്സ് എന്നാണ് മുസ്തഫ 1.5 കൊല്ലം മുമ്പുള്ള മുസ്തഫൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ എനിക്ക് 18 വയസ്സാണ്. ഈ 2 റിപ്പോർട്ടും ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞതായിട്ടാണ് ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. എന്നെ വിവാഹം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് 6 വയസ്സുള്ള ആണുള്ളത്, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് 18 വയസ്സാണുള്ളത്. ഇതിൽ മുസ്തഫ പറയുന്നതാണോ സ്വീകരിക്കേണ്ടത്, അതോ സ്വന്തം അനുഭവം പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടാണോ അംഗീകരിക്കേണ്ടത്? ഇനി മുസ്തഫ ഉദ്ധരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ബുഖാരിയും മുസ്ലിമും ഒക്കെ നമ്മൾ മാറ്റിവെക്കാം. തബഖാത്ത് ബിൻ സഅദ് പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ മുസ്തഫയുടെ ഏറ്റവും വലിയ തെളിവതാണല്ലോ. ഈ തബഖാത്ത് ബിൻ സഅദിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞതായിട്ട് ചരിത്രം ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് 6 വയസ്സാണുള്ളത്, നുബുവത്തിൻ്റെ 4ാമത്തെ വർഷത്തിലാണ് താൻ ജനിച്ചിട്ടുള്ളത് എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് ഇതേ ഗ്രന്ഥങ്ങൾ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്തഫ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 18ലേക്ക് നീട്ടുന്നത്. അപ്പോൾ ഈ 18ലേക്ക് നീട്ടിയിട്ടുള്ള മുസ്തഫ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ എനിക്ക് 18 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നതിനെയും തള്ളിക്കളിയാണ് ചെയ്യുന്നത്. പിന്നെ മുസ്തഫയുടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റ് ഭാര്യമാരിലൊന്നും മക്കളുണ്ടാവാതെ പോയത്? ഖദീജയിലും അതുപോലെ മാരിയയിലുമാണല്ലോ നബിക്ക് മക്കളുണ്ടായത്, ബാക്കി ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മക്കളുണ്ടാവേണ്ടില്ല എന്നാണ്. ഒരു മനുഷ്യന് അയാളുടെ ഭാര്യമാരിൽ മക്കളുണ്ടായില്ല എന്നത് ആ സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരല്ല എന്ന് പറയുന്നതിന് തെളിവായി എങ്ങനെയാണ് ഉദ്ധരിക്കാം? അത് അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ്. ഈ വിഡ്ഢിത്തമാണ് ഇവിടെ മുസ്തഫ വിളമ്പുന്നത് എന്നതാണ് വസ്തുത. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ അവർ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഹദീസുകളെ തള്ളിപ്പറഞ്ഞാൽ പോലും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന് നേർക്കുനേരെ പറഞ്ഞിട്ടുള്ള സംഗതികൾ തള്ളിപ്പറയുന്നു. സൈനബ് ബിൻത്ത് ജാഹിഷിനെ അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന സൂറത്ത് അഹ്സാബിലെ പരാമർശത്തെ മുസ്തഫ തള്ളിക്കളയുന്നു. യാ നിസാ അൻ നബിയ്യി എന്ന് പറയുന്ന സംബോധനയെ പ്രവാചകന്റെ സ്ത്രീകളെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ സ്ത്രീ മലയാളത്തിൽ അയാളെ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ശിഷ്യാണെന്ന് ആരും അർത്ഥം പറയല്ല. ഇവിടെ യാ നിസാ അൻ നബിയ്യി നബിയുടെ പെണ്ണുങ്ങളെ എന്നാണ് മലയാളത്തിൽ നമ്മൾ സാധാരണ നാടൻ ശൈലിയിൽ അതിന് അർത്ഥം പറയേണ്ടത്. അപ്പോൾ പ്രവാചകന്റെ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ശിശുഗണങ്ങളെ എന്ന് ഒരു മലയാളിയും അതിനർത്ഥം പറയില്ല, മനസ്സിലാക്കില്ല. അതുപോലെ തന്നെയാണ് അസുവാജുഹു എന്ന് പറയുന്ന സൂറത്ത് അഹ്സാബിലുള്ള പ്രയോഗവും. അദ്ദേഹത്തിൻ്റെ അസുവാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ എന്നുള്ളതല്ലാതെ, അദ്ദേഹത്തിൻ്റെ ഇണകൾ എന്നുള്ളതല്ലാതെ, പത്നിമാർ എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് മലയാളികളായിട്ടുള്ള എന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും അത്യാവശ്യം നെറിയും നേരവും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യനും അംഗീകരിക്കൂല. പിന്നെ പക്ഷപാതപരമായിട്ട് ഈ സ്ത്രീകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയൊക്കെ ഭാര്യാപദത്തിൽ നിന്ന് വലിച്ചു പുറത്താക്കണം എന്ന് വാശിയുള്ള ശാഠ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതുപോലെ അർത്ഥം പറയാം. ആ കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഉള്ളതെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുസ്തഫ ഒരു ഭാഗത്ത് ചരിത്ര ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നു എന്ന് വീമ്പ് പറയുമ്പോഴും ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ള വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ്
ഇവിടെ മുസ്തഫ രണ്ട് കാര്യം സാധിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സിൻ്റെ കാര്യം, രണ്ടാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള സംഗതിയും. ഈ രണ്ട് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമാണ് മുസ്തഫ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹുമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഭാര്യമാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുകയും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം തനിക്ക് തോന്നുന്ന ഏത് വിഡ്ഢിത്തവും വിളിച്ചു പറയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഈ നിലക്ക് ശുദ്ധമായിട്ടുള്ള അസംബന്ധങ്ങളും പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്തഫ മൗലവി പട്ടം സ്വീകരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വരുമ്പോൾ ചില ശുദ്ധഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇയാൾ സത്യമാണല്ലോ തുറന്നു പറയുന്നത് എന്ന് അയാൾക്ക് തോന്നാം. യഥാർത്ഥത്തിൽ മുസ്തഫ പറയുന്നത് സത്യമല്ല, ശുദ്ധ നുണയാണ്, അസത്യമാണ്, അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തി തോന്നിവാസം പറയുകയാണ് മുസ്തഫ എന്നതാണ് ഇവിടെ നിഷ്പക്ഷമതികളായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. മുസ്തഫയ്ക്ക് ഇവിടെ ചരിത്രത്തിൻ്റെ ഒരു പിമ്പലും ഇല്ല എന്നുള്ളത് കൂടി ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.